ഇന്ന് നമുക്ക് കപ്പ ഉണ്ടാക്കാം. ഇതുണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. ഉണ്ണാട്ടിൻ്റെ ഏറ്റവും ഫേവറേറ്റ് വിഭവമാണ് കപ്പ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വന്നതാണ് കേട്ടോ. എനിക്ക് ഈ കപ്പയൊന്നും ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു ഗൈസ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുണ്ടാക്കാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പഠിക്കേണ്ടി വന്നതാ. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കണ്ടോ, കപ്പ ഫസ്റ്റ് തന്നെ ഇതുപോലെ കൊത്തി അരിഞ്ഞ കഷ്ണങ്ങളാക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ചെറിയ രീതിയിൽ ഉപ്പ് മതി. ഉണ്ണാട്ടിനധികം ഉപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ചീത്ത കേൾക്കും. ഇന്നാളൊരു ദിവസം ചക്കയ്ക്ക് ഉപ്പ് കൂടിയെന്ന് പറഞ്ഞിട്ട് തന്നെ ചീത്ത പറഞ്ഞ മനുഷ്യനാ ഗൈസ്. കണ്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുക്കറ് സ്റ്റൗവിൽ വെക്കാം. കണ്ട, കുറച്ച് ചൂടായിട്ടൊക്കെ വരുന്നുണ്ട്. ഞാനതിൻ്റെ ഇങ്ങനെ ബബിൾസ് വരുന്നതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. അപ്പം അത് നമ്മുടെ കപ്പ അവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തേങ്ങ ചെരുക്കണം. അപ്പം ഞാൻ അതിനായിട്ട് തേങ്ങ ചെരുകാൻ പോയി. നമുക്ക് തേങ്ങ ചെരുകിയത്, പിന്നെ കുറച്ച് പച്ചമുളക് വേണം. ഞാനൊരു 3-4 എടുത്തിട്ടുണ്ട്. കുറച്ച് എരിവ് ഇരുന്നോട്ടേ വിചാരിച്ചു. പിന്നെ ഒരു ഇഞ്ചി ചെറിയ കഷ്ണം വേണം. പിന്നെ കുറച്ച് ജീരകം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡറിൽ ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കപ്പ അവിടെ കുക്കറിലിരുന്ന് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു ചീനച്ചട്ടി എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കണ്ട, കടുകൊക്കെ കിടന്ന് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. കാരണം ഞാൻ സൂം ചെയ്തെടുത്ത വീഡിയോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, കറിവേപ്പില. ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില കുറേ ഇരിക്കണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് അധികം എടുത്തിട്ട്. പിന്നെ ഉണ്ണാട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില, അപ്പോൾ കുറച്ച് അധികം ഇട്ട് കൊടുത്തതാ. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം മറ്റേ അരച്ച് വെച്ച തേങ്ങ, ജീരകവും പച്ചമുളകും ഒക്കെ കൂടി നമ്മൾ മിക്സാക്കി വെച്ചിട്ടില്ലേ അരച്ചിട്ട്, അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും ചൂടായി നല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം അടി പിടിക്കാതിരിക്കാൻ നോക്കണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇത് ഡ്രൈ ആയി. അപ്പോഴേക്കും ഇളക്കി അത് സെറ്റായി വരുമ്പോഴേക്കും നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ കപ്പ കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചീനച്ചട്ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം ഈ കാണുന്നത് കേട്ടോ. അപ്പം ഉണ്ണാട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം